السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ ദിനത്തിൽ, ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടാനും നമ്മുടെ ജീവിതത്തിലെ വളരെ ഗൗരവതരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കേൾക്കാനും ആലോചിക്കാനും ഒക്കെ നമുക്ക് അവസരം കൈവന്നിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ പ്രകാശം എന്നതുമായി ബന്ധപ്പെട്ടാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രകാശം അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. ആ പ്രകാശം മനുഷ്യന് വഴി നടത്തുന്നതിൽ, കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിലൊക്കെ വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട്. ആ പ്രകാശം അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടി സംവിധാനമാണെങ്കിലും അതിനെ കൃത്യമായി വ്യാഖ്യാനിക്കാനും വ്യവച്ഛേദിക്കാനും, എന്താണത് എന്നത് കൃത്യമായി വിശദീകരിക്കാനും മനുഷ്യന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. എന്നാൽ അത് ഒരു അത്ഭുതമായി നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറഞ്ഞിടത്ത് ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറ എന്ന് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. സൂര്യനെ ളിയാ, കത്തിജ്വലിക്കുന്നത്, പ്രകാശം പുറപ്പെടുവിക്കുന്നതായിട്ടും, വൽ ഖമറ നൂറ, ചന്ദ്രനെ പ്രകാശമാനമാക്കിയതും അവനാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ ഖുർആനിലെ ആയത്തിലെ വാക്ക് ഉപയോഗിച്ചിടത്ത് പോലും വളരെ കൃത്യവും വ്യക്തവുമായ നിലക്ക് സൂര്യൻ ളിയാ ആണ്, ഖമർ നൂറാണ് എന്നാണ് പ്രയോഗിച്ചത്. അഥവാ ഒന്ന് സ്വയം കത്തിജ്വലിക്കുന്നതാണ്, മറ്റേത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നർത്ഥം. ഈ പ്രകാശം കണ്ടതുകൊണ്ടോ ഈ പ്രകാശം ഉപയോഗിച്ച് ലോകത്തെ വീക്ഷിച്ചതുകൊണ്ടോ മാത്രം മനുഷ്യന്റെ യഥാർത്ഥ കാഴ്ചയും അറിവും പൂർണ്ണമാകില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിലെ വചനത്തിൽ തന്നെ അവർക്ക് കണ്ണുണ്ട് അവർ കാണുന്നില്ല, അവർക്ക് കാതുണ്ട് അവർ കേൾക്കുന്നില്ല, അവർക്ക് ഹൃദയമുണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ പ്രകാശം എന്നതുകൊണ്ട് പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ മറ്റു ചില വിഷയങ്ങളാണ്. ഖുർആനിക ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായി ഒന്ന്, വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനെ തന്നെ പ്രകാശ സമാനമായിട്ടാണ്. സൂറത്തു നൂർ 35-ാമത്തെ വചനത്തിൽ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അവന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടം പോലെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന്, ലോകത്തെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അവക്ക് അവയുടേതായ മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള പടച്ച തമ്പുരാനെ വിശുദ്ധ ഖുർആൻ പ്രകാശം എന്ന രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു നൽകുന്ന ഹിദായത്ത്, ആ ഹിദായത്ത് മാത്രമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥമായ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് അതിനർത്ഥം. ആ വഴി കാണിച്ചു കൊടുക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ വിഷയങ്ങളിലും, വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ, കർമ്മങ്ങളുടെ കാര്യങ്ങളിൽ, അനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളിൽ, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ശരിയുടെ വഴി ഏതാണ്, ഏത് വഴിക്ക് നീങ്ങണം, അത് പഠിപ്പിക്കാൻ ഖാലിഖും റാസിഖുമായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ
പ്രവാചകനെ പ്രകാശം എന്ന വിധത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു മാഇദ 15-ാമത്തെ ആയത്തിൽ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പ്രകാശം എന്നതുകൊണ്ടുള്ള വിവക്ഷ മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യാ അയ്യുഹന്നാസു ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന എന്നും വിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഇദയിൽ സൂറത്തു നിസായിലെ 174-ലും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രകാശമാണ് എന്നർത്ഥം. അജ്ഞതയുടെ ഇരുട്ടിൽ ജീവിച്ചിരുന്ന, അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന, വഴിതെറ്റി നടന്നിരുന്ന ഒരു ജനതയെ 23 വർഷക്കാലം കൊണ്ട് ശരിയായ വഴിയിലേക്ക് നയിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്കൊരു വസ്തുത കാണാൻ സാധിക്കും. ഇരുട്ടുകൾ എന്നത് ബഹുവചന പദമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പ്രകാശം എന്നത് ഏകവചനമായിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ രക്ഷാധികാരി അല്ലാഹു ആണെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ അല്ലാഹു പരാമർശിക്കുന്നു. സൂറത്തു ബഖറ 257-ാമത്തെ ആയത്തിൽ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അവൻ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. അവിടെ ദുലുമാത് എന്നത് ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചത്. കുഫ്റും ഷിർക്കും അതുപോലുള്ള നിരവധി തിന്മകളും അതെല്ലാം ദുലുമാത്താണ്, അന്ധകാരങ്ങളാണ്, ഇരുട്ടുകളാണ്. എന്നാൽ നൂർ എന്നത് ഏകവചനമായിട്ടാണ് ഉപയോഗിച്ചത്. അഥവാ അള്ളാഹു അവതരിപ്പിച്ച, റസൂലിലൂടെ അവതരിപ്പിച്ച, ഖുർആനിലൂടെ അവതരിപ്പിച്ച സത്യം അത് ഏകവചനമാണ്, അത് ഒന്നാണ് എന്നർത്ഥം. അപ്പോൾ വ്യത്യസ്തങ്ങളായ നിലനിൽക്കുന്ന ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന് യഥാർത്ഥ സത്യമാകുന്ന ഏക വെളിച്ചത്തിൽ മനുഷ്യരെ നയിക്കുക എന്ന ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ നൂർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരുപാട് ഇരുട്ടുകളുള്ള കാലഘട്ടമാണ്. തിന്മകൾ, അധാർമികതകൾ, അക്രമങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരുപാട് ഇരുട്ടുകൾ, മനുഷ്യരെ വഴിതെറ്റിക്കുന്ന തിന്മകളുടേതായ ഒരുപാട് ഇരുട്ടുകൾ. ആ ഇരുട്ടുകളിൽ നമ്മളെ വഴി കാണിക്കാൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ റബ്ബായ പടച്ച തമ്പുരാൻ നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിലെ നമ്മുടെ ദൗത്യം എന്താണ്? ആ വെളിച്ചത്തെ നമ്മൾ തേടുക, ആ വെളിച്ചത്തെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ട് അനാഥനായി തീർന്ന് 6-ാമത്തെ വയസ്സിൽ ഉമ്മയെയും നഷ്ടപ്പെട്ട് പൂർണ്ണ അനാഥനായി വളർന്നു വന്ന ഒരു ബാല്യം. ഹലീമ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലെ പുക നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ വളർന്നു വന്ന് അവരുടെ മക്കളോടൊപ്പം ആടുകളെ മേച്ച് ജീവിച്ച് വളർന്നു വന്ന് കഷ്ടപ്പാടുകളും യാതനകളും നേർക്കുനേരെ അനുഭവിച്ച ഒരു വ്യക്തിത്വം. മൂത്താപ്പയുടെ കൂടെ കച്ചവട യാത്രകൾ നടത്തി 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയുടെ ഏകാന്തതയിൽ ഇരുന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് അള്ളാഹു ഒരു വെളിച്ചം നൽകുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് ആ റബ്ബ്. അവൻ മനുഷ്യന് അറിയാത്തത് അവന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ചിന്തയെ ഉപയോഗപ്പെടുത്താൻ, അകക്കണ്ണ് തുറക്കാൻ, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ പഠിച്ചും മനസ്സിലാക്കിയും അള്ളാഹു നൽകിയ പ്രമാണങ്ങളെ മുൻനിർത്തി യഥാർത്ഥ വെളിച്ചം സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി ആ മാതൃകയെ പഠിച്ചു മനസ്സിലാക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു പ്രകാശമുണ്ട്.
ആ പ്രകാശത്തിന്റെ പ്രത്യേകത അത് കാലഘട്ടങ്ങളെ അതിജയിക്കുമെന്നാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാൽ ഇന്റർനെറ്റിന്റെയും AI-യുടെയും ഒക്കെ അങ്ങനെ തുടങ്ങുന്ന ഏതേത് യുഗം കടന്നു വന്നാലും 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ കാര്യവും നിത്യപ്രസക്തമാണ്. അതുകൊണ്ട് മാതൃകയാക്കേണ്ടത് ആരെയാണ്? സിനിമാ രംഗത്തെ ആളുകളെയല്ല, സ്പോർട്സ് രംഗത്തെ ആളുകളെയല്ല, രാഷ്ട്രീയ രംഗത്തെ ആളുകളെയല്ല, മറിച്ച് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സ്വന്തം സന്താനങ്ങളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകുന്നവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. ജീവിതത്തിലെ ഓരോ രംഗത്തും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കാലിൽ ചെരുപ്പ് ധരിക്കുന്നത് മുതൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അവസാനം രാത്രി ബെഡിലേക്ക് ഉറങ്ങാൻ പോകുമ്പോഴും എൻ്റെ നേതാവ്, എൻ്റെ മാതൃക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊക്കെ പഠിപ്പിച്ചു തന്ന സുന്നത്ത് എന്താണ് എന്നത് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് ആ നൂറിനെ, ആ പ്രകാശത്തെ ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിക്കുക എന്നതാണ് വിശ്വാസികൾക്ക് ചെയ്യാനുള്ളത്. ലോകത്ത് ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവർ പലരും രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ചവരായിരുന്നു. ചിലർ സാമ്പത്തിക രംഗത്തെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണ്. ചിലർ ശാസ്ത്ര രംഗത്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണ്. ചിലർ മാനുഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ അവരുടേതായ സംഭാവനകൾ അർപ്പിച്ചവരാണ്. എന്നാൽ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലൊക്കെ അവർ പരാജയമായിരുന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ഒരു ഉപ്പ എന്ന നിലക്ക് എങ്ങനെയാകണം? ആ മാതൃക ആരിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഞാൻ ഒരു അയൽവാസി എന്ന നിലക്ക് എങ്ങനെയാകണം? ഞാനൊരു കച്ചവടക്കാരൻ എന്ന നിലക്ക് എങ്ങനെയാകണം? ഞാനൊരു തൊഴിലാളി എന്ന നിലക്ക് എങ്ങനെയാകണം? ഞാനൊരു തൊഴിൽ ദാതാവ് എന്ന നിലക്ക് എങ്ങനെയാകണം? ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലക്ക് എങ്ങനെയാകണം? ഞാനൊരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലക്ക് എങ്ങനെയാകണം? ജീവിതത്തിന്റെ മാതൃക നിഖില മേഖലകളിലും. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, അവിടുത്തെ ജീവിതത്തിന്റെ വെളിച്ചം സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഇസ്ലാം നമുക്ക് പ്രകാശം എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നത് ഖുർആനിനെയാണ്. 4-ാമത്തെ അധ്യായം 174-ാമത്തെ ആയത്തിൽ വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങളിലേക്ക് നാം വ്യക്തമായ ഒരു പ്രകാശത്തെ ഇറക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ പ്രകാരം തന്നെ യാ അയ്യുഹന്നാസു ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന എന്നും പഠിപ്പിക്കുന്നതായി കാണാം. സൂറത്തു അൻആം 122-ാമത്തെ ആയത്തിൽ അവമൻ കാന മയ്യിതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് എന്നും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അഥവാ ജീവനില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യന് ജീവന് നൽകിയിട്ടുള്ള പ്രകാശമാകുന്നു വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾ അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതക്ക് ജീവിതത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തു, കൃത്യമായി എല്ലാ രംഗങ്ങളിലും. 23 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചുരുങ്ങിയ ഒരു കാലമാണ്. ലോകത്തിന്റെ മൊത്തത്തിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ആ 23 വർഷം എന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലമാണ്. പക്ഷെ 23 വർഷക്കാലം കൊണ്ട് ഒരു ജനതയുടെ വിശ്വാസത്തെ മുഴുവൻ മാറ്റിയെടുക്കുക, ഒരു ജനതയുടെ സമീപനവും നിലപാടുകളും കാഴ്ചപ്പാടുകളും എല്ലാം മുഴുവനായി മാറ്റിയെടുക്കുക. അത് ലോകത്ത് വേറെ മാതൃകയില്ല. നമ്മള് ഈജിപ്ഷ്യൻ നൈൽ നദീതട സംസ്കാരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, സിന്ധു നദീതട സംസ്കാരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, അവിടങ്ങളിലൊക്കെ ഒരു സംസ്കാരം നിലനിന്നത് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ രൂപപ്പെട്ടത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ചരിത്രത്തിൽ വേറെ ഒരു മാതൃക ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം 23 വർഷം എന്ന നിസ്സാരമായ ഒരു കാലഘട്ടം കൊണ്ട് ഒരു മഹത്തായ നാഗരികത രൂപം കൊള്ളുക, ഒരു മഹത്തായ സംസ്കാരം
സംസ്കാരം രൂപം കൊള്ളുക. അത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഭൂഖണ്ഡങ്ങളെ മുഴുവൻ തന്നെ അതിജയിച്ച് പ്രവിശാലമായൊരു പ്രദേശത്തേക്ക് വ്യാപിക്കുക. കോടിക്കണക്കിന് മനുഷ്യർ അതിൻ്റെ അനുയായികളായി മാറുക. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യത്തിലല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ചേതനയറ്റ് ജീവനില്ലാതായി കിടന്ന സകലത്തിനും ജീവൻ നൽകിയത് ഖുർആനാണ് എന്നതാണ് സൂറത്തു അൻആമിലൂടെ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ആ ഗ്രന്ഥം എന്തിനുള്ളതാണ്? യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലതും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് ഖദ് ജാഅത്കും മൗഇലതും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു നല്ല ഉപദേശം ഇതാ വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ നെഞ്ചുകൾക്കകത്തുള്ള അഥവാ ഹൃദയങ്ങളിലുള്ള എല്ലാത്തിനുമുള്ള ഒരു ശിഫയും ഇതാ വന്നിരിക്കുന്നു. വഹുദ, നിങ്ങൾക്കുള്ള ഒരു നേർമാർഗം ഇതാ വന്നിരിക്കുന്നു. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള കാരുണ്യവും ഇതാ വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ഖുർആനിനെ കുറിച്ചാണ്. ഏറ്റവും വലിയ കാരുണ്യം ഏതാണ്? അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ കാരുണ്യം. ഭക്ഷണം കാരുണ്യമാണ്, വസ്ത്രം കാരുണ്യമാണ്, വീട് കാരുണ്യമാണ്, ആരോഗ്യമുള്ള ശരീരം കാരുണ്യമാണ്, എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ കാരുണ്യം ഏതാണ്? അത് ഖുർആനാണ്. പരലോകത്ത് രക്ഷപ്പെടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ രക്ഷ ഏതിലൂടെയാണ്? അത് ഖുർആനിലൂടെയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം, ഖുർആൻ പഠിപ്പിക്കുന്ന കർമ്മ അനുഷ്ഠാനങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബജീവിതം, ഖുർആൻ പഠിപ്പിക്കുന്ന കച്ചവട രീതികൾ, ഖുർആൻ പഠിപ്പിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന ലൈംഗിക ജീവിതം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വെളിച്ചം ഖുർആനിൽ നിന്ന് സ്വീകരിക്കുക. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അക്ഷരത്തിലോ അർത്ഥത്തിലോ കൈകടത്തലുകളോ മാറ്റം വരുത്തലോ സാധ്യമാകാത്ത അള്ളാഹുവിന്റെ കലാം, ആ കലാമിനോടുള്ള സ്നേഹം, അതിലെ അലിഫ് ലാം മീം എന്ന് നിങ്ങൾ ഓതിയാൽ അലിഫ് ഒരക്ഷരവും ലാം ഒരക്ഷരവും മീം ഒരക്ഷരവുമായി കണക്കാക്കി നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖുർആൻ കരകാണാത്ത, ആഴം കാണാൻ കഴിയാത്ത അഗാധതയുള്ള ഒരു കടൽ പോലെയാണ്, ഒരു സാഗരം പോലെയാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങണം. അതെ, എന്തിനു വേണ്ടിയാണ് ആ ഗ്രന്ഥം? ആ ഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഇന്ന അൻസൽനാഹു ഇലൈക കിതാബൻ, നിങ്ങളിലേക്ക് ഒരു ഗ്രന്ഥം നാം ഇറക്കി തന്നു എന്ന് പറഞ്ഞ് അതിന്റെ മഹത്വം അള്ളാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. ആ ഗ്രന്ഥം എന്തിനു വേണ്ടിയുള്ളതാണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി, നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ഗ്രന്ഥം. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആലോചനക്ക് വിധേയമാക്കണം ഖുർആനിനെ. അതിലെ വാക്കുകൾ, അതിലടങ്ങിയിരിക്കുന്ന അർത്ഥവ്യാപ്തി, അതിലടങ്ങിയിരിക്കുന്ന ആശയത്തിന്റെ പരപ്പ്, ഇതൊക്കെ കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ഹൃദയം കൊണ്ട് ഒരു പ്രതികരണം വരും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ ഏറ്റവും പരിശുദ്ധനാണ്, അതുകൊണ്ട് നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അപ്പൊ ഖുർആനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുക. അള്ളാഹു നൽകിയിരിക്കുന്ന നൂറാണ് അത് എന്നതുകൊണ്ട് അതിനെ ജീവിതത്തിന്റെ പ്രകാശമായി സ്വീകരിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാനുള്ളത്. ആ ഖുർആനിനോടുള്ള മഹബ്ബത്ത്, അതിൽ നിന്ന് ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലുമുള്ള വഴി തേടുക എന്നത്, അതിനെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ ഗൗരവതരമായ ഒരു പരിണതിയാണ് വരാനിരിക്കുന്നത്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഈ ലോകത്ത് വെച്ച് എല്ലാം കാണാനുള്ള ഭാഗ്യം ലഭിച്ച മനുഷ്യൻ, ഈ ലോകത്ത് വെച്ച് എല്ലാം കണ്ടു മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ, പക്ഷേ കാണേണ്ടത് കണ്ടില്ല. അഥവാ അള്ളാഹുവിന്റെ കലാമ്, അള്ളാഹു പഠിപ്പിക്കുന്ന ദീന്, അള്ളാഹു നൽകിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ സ്നേഹിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അതിനെ അവഗണിച്ച് ജീവിച്ച മനുഷ്യൻ പരലോകത്തെത്തുമ്പോ
അവൻ കണ്ണ് കാണാത്തവനായിട്ടാണ് അവിടെ ഹാജരാക്കപ്പെടുക എന്നും. അപ്പൊ അവർ റബ്ബിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ എന്നെ കണ്ണ് കാണാത്തവനാക്കി മാറ്റിയതെന്ന് ചോദിക്കുമ്പോ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നിരുന്നു, നീ അതൊന്നും കണ്ടു പഠിച്ചില്ല. അന്ന് നീ എന്നെ അവഗണിച്ച പോലെ ഞാൻ നിന്നെ അവഗണിക്കും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു താഹയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഖുർആനിനെ അവഗണിക്കുന്ന മനുഷ്യന് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പരലോകത്ത് വിലപിക്കുന്ന കാര്യം, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചോനെ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ അവഗണിച്ചതാണ് ഇന്ന് ഈ കഷ്ടം, ഈ നഷ്ടം, ഈ നരകശിക്ഷ അവർക്ക് കിട്ടാനുള്ള കാരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നൂറ്, ഖുർആനാകുന്ന നൂറിനെ, പ്രകാശത്തെ നാം തിരിച്ചറിയുകയും ആ പ്രകാശത്തെ നമ്മുടെ നെഞ്ചിലേറ്റുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു നൂറ് ഇസ്ലാമാണ്. സൂറത്തു സഫ് 8-ാമത്തെ ആയത്തിൽ കാണാം, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. ഏതാണ് ഇവിടെ അള്ളാഹുവിന്റെ പ്രകാശം എന്ന് പറയുന്നത്? അത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ പലവിധ ആരോപണങ്ങളിലൂടെ, പേനകൾ ഉപയോഗിച്ച്, തൂലിക ഉപയോഗിച്ച്, പല നിലക്കും ആയുധ സൈനിക ശക്തിയൊക്കെ ഉപയോഗിച്ച് ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലെ ഒരു മതമാണ്, അന്നത്തെ ഒരു പ്രവാചകനാണ്. ആ മതത്തിനും ആ പ്രവാചകനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ എന്തു പ്രസക്തി എന്ന് പറഞ്ഞ് മതനിരാസത്തിന്റെ വക്താക്കളായി മാറുന്ന ആളുകൾ, നിരീശ്വരവാദത്തിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും സമീപനങ്ങളെയും ഒക്കെ പരിഹസിക്കാനും കൊച്ചാക്കാനും ശ്രമിക്കുന്ന ആളുകൾ. പക്ഷെ അവരതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ വ്യാപിക്കുന്ന മതം ഇസ്ലാമാണ്. കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ മതമാണ്, ഇത് പ്രകൃതി മതമാണ്. നേരെ ചൊവ്വേ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ തീർച്ചയായും ഈ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരും. ആര് തകർക്കാൻ ശ്രമിച്ചാലും, ആര് നശിപ്പിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു അവന്റെ പ്രകാശത്തെ സംരക്ഷിക്കുമെന്നാണ് സൂറത്തു സഫ് 8-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാമാകുന്ന പ്രകാശം അത് അകക്കണ്ണിന്റെ പ്രകാശമാണ്, അത് ഹൃദയത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം കാത്തുസൂക്ഷിക്കാൻ, മരണം വരെ അതിനെ കാത്തുസൂക്ഷിക്കാൻ സാധിക്കുക എന്നിടത്താണ് ജീവിതത്തിന്റെ സൗഭാഗ്യമുള്ളത്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിൽ പ്രകാശം എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചത് ഈമാനിനെ സംബന്ധിച്ചാണ്. 2-ാമത്തെ അധ്യായം 175-ാമത്തെ ആയത്തിൽ അല്ലാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അല്ലാഹു സത്യവിശ്വാസികളുടെ സഹായിയാണ് എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ ഉദ്ധരിച്ച വചനത്തിൽ അവിടെ മുഫസ്സിറുകൾ അവിടെ വിശദീകരിക്കുന്നത് മിനൽ ദുലുമാതി ഇലൻ നൂർ. മിനൽ ദുലുമാത് എന്ന് പറയുന്നത് ദുലുമാത്തുൽ കുഫ്ർ, കുഫ്റിന്റേതായ ഇരുട്ടുകൾ. ആ ഇരുട്ടുകളിൽ നിന്ന് ഇലൻ നൂർ എന്നത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു അൽ ഈമാൻ. അവിടെ വെളിച്ചം എന്ന് പറഞ്ഞത് ഈമാനാണ്. ശരിയായ ഹൃദയത്തിന്റെ മാധുര്യമായി അനുഭവപ്പെടുന്ന ആ വികാരം ഈമാൻ ശരിയായ നിലക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ സാധിക്കുക. സൂറത്തു നൂർ 40-ാമത്തെ ആയത്തിലും ഇതേ വിധത്തിൽ അല്ലാഹു നൂർ എന്ന പദം പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു നൂർ നൽകാത്ത, വെളിച്ചം നൽകാത്ത ഒരു മനുഷ്യന് അവൻ ഒരു വെളിച്ചവും ലഭിക്കുകയില്ല എന്നാണ്. അവിടെയും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് അല്ലാഹു നൽകുന്ന ആ വെളിച്ചം ഏതാണ്? അത് ഹൃദയത്തിന്റെ വെളിച്ചമായ ഈമാനാണ്. ആ ഈമാൻ, അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അതേപോലെ മലക്കുകളിലുള്ള വിശ്വാസം, ഇങ്ങനെ തുടങ്ങി ഖൈറിലും ഷർറിലും അല്ലാഹുവിന്റെ ഖളായിലും ഖദറിലുള്ള വിശ്വാസം, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ശരിയായ ഈമാൻ മുറുകെ പിടിക്കുക. ആ ഈമാനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 വചനങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചാൽ പറയും നല്ല രുചിയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അറബിയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് തൊഴമ്, രണ്ട് ഹലാവത്ത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ്. അത് രുചിയെ, ആസ്വാദനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് വാക്കുകളാണ്. ആ രണ്ട് പദങ്ങളാണ് ഈമാനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ദാക തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും തൃപ്തിപ്പെട്ട ഒരു മനുഷ്യന് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും. തുഴമ് എന്ന പദമാണ് ഉപയോഗിച്ചത്. ഒരാസ്വാദനമായി അനുഭവപ്പെടേണ്ടതാണ് ഈമാൻ എന്നർത്ഥം. മറ്റൊരു വചനത്തിൽ സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, നിങ്ങളിൽ 3 വിഭാഗം ആളുകൾക്ക് ഈമാനിന്റെ ഹലാവത്ത്, അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. ഇൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ വമൻ യക്റഹു അൻ യഊദ ഇലൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖിയ ഫിന്നാർ. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും, അത് രണ്ടുമല്ലാത്ത എല്ലാറ്റിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിനോട്, അതുപോലെ റസൂലിനോട്. അതിന്റെ മുമ്പിൽ മറ്റ് ഇഷ്ടങ്ങളൊന്നും വലുതല്ല. ഭാര്യയുടെ താല്പര്യം, മക്കളുടെ താല്പര്യം, കുടുംബത്തിന്റെ താല്പര്യം, ഇതൊന്നും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിന്റെ മുമ്പിൽ ഒരു തടസ്സമേ അല്ല. എല്ലാത്തിനോടുമുള്ള ഇഷ്ടത്തെക്കാളും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും വലുതായി തീരുക. അപ്പോൾ ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് ഹലാവത്ത് എന്ന പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചത്. രണ്ട്, ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടിയാവുക. അയാളുടെ കീശയിലെ കാശ് കണ്ടിട്ടല്ല, അയാളുടെ രാഷ്ട്രീയ സ്വാധീനം തന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് കണ്ടിട്ടല്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞയാളാണ്, ദീനിന്റെ മാർഗത്തിലെ എൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് അവന്റെ പട്ടിണി എൻ്റെ പട്ടിണിയാണ്, അവന്റെ മക്കളുടെ പ്രയാസം എൻ്റെ മക്കളുടെ പ്രയാസം പോലെയാണ്, അവന്റെ കടം എൻ്റെ കടം പോലെയാണ്. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങൾ ഒരർത്ഥത്തിൽ അതിനേക്കാളുപരി അവന് ലഭിക്കണമെന്ന വിശാലമായ ഒരു മാനസികാവസ്ഥയും കാഴ്ചപ്പാടും ദീനിന്റെ പേരിലുള്ള സ്നേഹം, അതാണ് പ്രബോധനത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചുകൂട്ടാൻ ഇതിന്റെ സംഘാടകരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഈ പറഞ്ഞ വെളിച്ചം നിങ്ങൾക്ക് പകർന്നു തരലാണ്. ഒരാനന്ദം ദീൻ ഉൾക്കൊണ്ട, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ അവരുടെ മനസ്സിൽ അനുഭവിക്കുന്നുണ്ട്. നല്ല ഒരു സമ്മാനം കിട്ടിയാൽ എന്താ ചെയ്യുക? ഒരു സമ്മാനം കിട്ടിയാൽ നമ്മൾ ആദ്യം ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കും. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണ്? ഹിദായത്താണ്. അതുകൊണ്ട് ആ ദിവസം 17 തവണ നെഞ്ചിൽ കൈവച്ച് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന്. ആ സമ്മാനം കിട്ടിയാൽ അത് തീർച്ചയായും നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. ആ പ്രവർത്തനമാണ് പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹമാണ് നമ്മളെ അതിന് നയിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ച ആ സ്വർഗം, ഞാൻ മനസ്സിലാക്കിയ ആ നരകം, ആ സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ സഹോദരൻ ഉണ്ടാകണം. ആ നരകത്തിൽ നിന്ന് എന്നെപ്പോലെ എൻ്റെ സഹോദരങ്ങളും രക്ഷപ്പെടണം. അപ്പൊ ദീനിന്റെ പേരിൽ സ്നേഹിക്കുക, അവർക്ക് ഈമാനിന്റെ ഹലാവത്ത്, രുചി ആസ്വദിക്കാൻ സാധിക്കും. 3, വമൻ യക്റഹു അൻ യഊദ ഇലൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖിയ ഫിന്നാർ. അല്ലാഹു കുഫ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരായ മാർഗത്തിലേക്ക് എത്തിച്ച ശേഷം വീണ്ടും കുഫ്റിലേക്ക് തിരിച്ചു പോകുന്നത് തീയിലേക്ക് എറിയപ്പെടുന്ന പോലെ വേദനയുള്ളതായി തീരുക. ഒരാളെ തീയിലേക്ക് എറിയുന്നതിൽ എത്ര വേദന ഉണ്ടാകും? അതുപോലെ പണ്ടത്തെ ആ ഷിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും ഒക്കെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി ഈ ഹിദായത്തിൽ എത്തിച്ചു. ഇവിടുന്ന് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകൽ തീയിലേക്ക് എറിയപ്പെടുന്ന പോലെ വേദനയുള്ളതായി തീരുക. അവനും ഈമാനിന്റെ ഹലാവത്ത്, അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥഗർഭമായ ഒരു മറുപടിയാണ് നൽകിയത്. ഒന്ന്, ഇദാ സറത്ക ഹസനതുക, നിന്റെ നന്മകൾ നിനക്ക് സന്തോഷം നൽകുക.
അൽഹംദുലില്ലാ ഇന്ന് സുബഹി ജമാഅത്ത് അത് കിട്ടി നഷ്ടപ്പെട്ടു പോയില്ല. അൽഹംദുലില്ലാ ഇന്ന് രാവിലെ കുറച്ച് പേജ് ഖുർആൻ ഓതാൻ സാധിച്ചു. അൽഹംദുലില്ലാ ഇന്ന് എൻ്റെ വിയർപ്പിന്റെ മണമുള്ള എൻ്റെ അധ്വാനത്തിൽ നിന്ന്, ആ സമ്പത്തിൽ നിന്ന് നാട്ടിലൊരു രോഗിക്ക് വേണ്ടി ഒരു സഹായം കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനെ ഓരോ നന്മ ചെയ്യുമ്പോഴും മനസ്സിലൊരു സന്തോഷം അനുഭവപ്പെടുക. അതോടൊപ്പം നിന്റെ തിന്മ നിന്നെ ദുഃഖിപ്പിക്കുക. പടച്ചോനെ, പറയാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു അത് പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായി ചെയ്തു പോയി. ആളുകൾ വിചാരണ ചെയ്യപ്പെടുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോകത്ത് ഈ അമല് കൊണ്ടുവന്ന് കാണിച്ച് എന്നെ നീ അപമാനപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥന, ആ ദുഃഖം. അങ്ങനെ നന്മകൾ സന്തോഷം നൽകുകയും തന്നിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തിന്മകളുടെ പേരിൽ ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ്, അതാണ് ഈമാനിന്റെ അടയാളം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഈമാനിനെയും നൂർ, പ്രകാശം എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പ്രകാശമാണ്, ഖുർആൻ പ്രകാശമാണ്, ഇസ്ലാം പ്രകാശമാണ്, പ്രവാചകൻ പ്രകാശമാണ്, ഈമാൻ പ്രകാശമാണ്. അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ദീൻ സമ്പൂർണമായി പ്രകാശമാണ്. എല്ലാ ഇരുട്ടുകളിൽ നിന്നും നമ്മെ യഥാർത്ഥമായ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന അതിമഹത്തായ ആശയം. അതുകൊണ്ട് എന്ത് വേണം? ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ മുമ്പിലുള്ള ഈ വെളിച്ചത്തെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹു കൽപ്പിക്കുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. നീ നിന്റെ മുഖത്തെ ഋജുവായ നിലക്ക്, നേരായ നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ നേരത്തിരിക്കണം. അത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച സൃഷ്ടി പ്രകൃതിയാണ്. ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രകൃതി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. സൂര്യൻ മുസ്ലിമാണ്, അത് റബ്ബിന് സുജൂദ് ചെയ്യുന്നു, അത് റബ്ബിന്റെ കൽപ്പന അനുസരിച്ചാണ് കറങ്ങുന്നത്. ചന്ദ്രൻ മുസ്ലിമാണ്, അത് റബ്ബിന് സുജൂദ് ചെയ്യുന്നു, അത് റബ്ബിന്റെ കൽപ്പന അനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. പക്ഷികളും മൃഗങ്ങൾ പറവകളും ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രാദി എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അവയൊക്കെ ചെയ്യുന്ന പോലെ നമ്മളും എന്ത് ചെയ്യണം? സമ്പൂർണമായി റബ്ബിന് കീഴ്പ്പെടുക. അതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കച്ചവട രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, കുടുംബജീവിത രംഗത്ത്, വിശ്വാസകാര്യങ്ങളിൽ, അനുഷ്ഠാന മുറകളിൽ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കൃത്യമായ ഒരു വഴി. ഇത് നമുക്ക് മാത്രമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കളായ ചില ആളുകൾ സ്വഹാബികളുടെ മുമ്പിൽ വന്നിട്ട് അല്പം പരിഹാസത്തോടു കൂടി പറഞ്ഞു, തരക്കേടില്ല, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് വിസർജന സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്ന് വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അവരൊന്ന് മോശമാക്കാൻ നോക്കിയതാണ്, ടോയ്ലറ്റ് മര്യാദ. അപ്പൊ സ്വഹാബത്ത് പ്രതികരിച്ചത് അഭിമാനത്തോടു കൂടിയാണ്. അതെ, ഞങ്ങളുടെ പ്രവാചകൻ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ ഇടതുകാൽ വെച്ചല്ലാതെ കയറരുത് എന്നും ഇടത് കൈ കൊണ്ടല്ലാതെ ശൗചം ചെയ്യരുത് എന്നുവരേക്കും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന തലം മുതൽ തുടങ്ങി ഏറ്റവും ഉന്നതമായ തലം വരെ, സാധാരണ പറയാറുള്ള പോലെ കുടിലു മുതൽ കൊട്ടാരം വരെയുള്ള നിഖില മേഖലകളിലേക്കും വെളിച്ചം നൽകുന്ന മഹത്തായ ഒരു ആദർശം. ഈ ദീനിനെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ പ്രകാശത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളോളം വലിയ നഷ്ടക്കാരാരാണുള്ളത്? അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തു ബഖറയിലൂടെ പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഇന്നല്ലദീന കഫറൂ, അവിശ്വസിച്ച ആളുകൾ. നമുക്കറിയാം, കഫറ എന്ന വാക്കിന് മൂടിവെക്കുക എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് കർഷകന് അറബി ഭാഷയിൽ കാഫിർ എന്ന് പറയും. വിത്തിനെ മണ്ണിനടിയിൽ മൂടിവെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ലോകത്തെ ഏറ്റവും വ്യക്തമായൊരു സത്യം ഇസ്ലാം. ലോകത്തിന് ഒരേ ഒരു റബ്ബേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ജീവിതത്തിൽ മരണത്തിന് ശേഷം പരലോകമുണ്ട്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള മാതൃകയായി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈ കാര്യമൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ട് അത് ഉൾക്കൊള്ളാതെ ആ സത്യത്തെ മറച്ചു വെക്കുന്നവൻ, അവനാണ് കാഫിർ. ആ കാഫിറിൽ അത് കാഫിറാവുക മാത്രമല്ല, എന്നിട്ട് അവസാനം കാഫിറായി മരിക്കുകയും ചെയ്യുക.
അവരെ സംബന്ധിച്ചിടത്തോളം ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ ശാപമുണ്ടവർക്ക്, മലക്കുകളുടെ ശാപമുണ്ട്, മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതീവ ഗൗരവതരമായ നഷ്ടമാണ് ജീവിതത്തിലെ നഷ്ടം. അകക്കണ്ണിന്റെ ഈ വെളിച്ചം, ഈ നൂറ്, ഇസ്ലാമാകുന്ന നൂറ് റബ്ബ് നൽകിയിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കാതെ മരിച്ചു പോവുക, ആ നൂറായ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യാൻ, പിൻപറ്റാൻ സാധിക്കാതെ പോവുക, നൂറായ ഖുർആനിനെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിക്കാതെ പോവുക, ലോകത്തിന് വെളിച്ചം നൽകിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയാതെ പോകും. ഹൃദയത്തിന്റെ പ്രകാശമായ വെളിച്ചമായ ഈമാന് ഒരു തുഅമായി, ഒരു ഹലാവത്തായി അതിനെ ഹൃദയത്തിന്റെ വസ്ത്രമായി അണിയിക്കാൻ സാധിക്കാതെ പോവുക. അതിലേറെ വലിയ നഷ്ടം എന്താണുള്ളത്? സഹോദരങ്ങളെ, ഈ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകും. ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും അങ്ങനെ കഴിഞ്ഞു പോകും. നമ്മൾ പലപ്പോഴും നമ്മെക്കുറിച്ച് ചിന്തിക്കില്ല, മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുക. സാധാരണ കാഴ്ചയുള്ള ആളുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ചോദിക്കും, സുഹൃത്തെ നീ ആകെ വയസ്സനായി പോയല്ലോ എന്ന്, താടി മുടിയൊക്കെ നരച്ച് ഇങ്ങനെയായി എന്ന്. അതേ മാറ്റം തന്നിലും ഉണ്ടാകും എന്നുള്ളത് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറില്ല. മറ്റുള്ളവരെയാണ് നമ്മൾ വിലയിരുത്തുക. നമ്മളിലും വർഷങ്ങൾ കൊണ്ട് ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു യാത്രയിലാണ് നമ്മളും. ആ യാത്രയുടെ പ്രത്യേകത, ഏത് യാത്രയ്ക്കും ഒരു റിട്ടേൺ ട്രിപ്പ് ഉണ്ട് എന്നതാണ്. ഏത് യാത്രയ്ക്കും ഒരു മടക്കയാത്രയുണ്ട്. മടക്കയാത്രയുടെ പ്രത്യേകത എന്താ? മടക്കയാത്രയിൽ വീടെത്താനാണ് മനുഷ്യൻ എപ്പോഴും ധൃതി കാണിക്കുക. തിരുവനന്തപുരത്ത് പോയ ഒരാള് തിരൂര് ട്രെയിൻ ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് മഞ്ചേരി ടൗണിൽ വെച്ച് നമ്മൾ കണ്ടാൽ ഒരു ചായ കുടിച്ചു പോകാന്ന് പറഞ്ഞ അയാൾ എന്താ പറയാ? ഇപ്പൊ വേണ്ട, ഞാൻ യാത്ര കഴിഞ്ഞു വരിക, വീട്ടിലേക്ക് പോവാണ് എന്നാണ്. വഴി കണ്ട ഒരാളോട് ഷർട്ടിന്റെ ബാക്കിൽ ചളിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? സാരല്ല, ഞാനൊരു യാത്ര കഴിഞ്ഞു വരികയാണ്, വീട്ടിലേക്ക് പോവാണ്. തിരിച്ചുള്ള യാത്രയിൽ എപ്പോഴും വീടെത്താൻ ധൃതി കാണിക്കുന്നവനാണ് മനുഷ്യൻ. നമ്മൾ ആലോചിക്കുക, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു റിട്ടേൺ ട്രിപ്പിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടയിലാണ് എന്നർത്ഥം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളിൽ ബഹുഭൂരിഭാഗവും മടക്കയാത്രയിലാണുള്ളത്. ഈ മടക്കയാത്രയിൽ വീടെത്താനുള്ള ധൃതിയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഏതാണ് ആ വീട്? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ വീട് എന്ന് പറയുന്നത് പരലോക ഭവനമാണ്. അത് ആർക്കല്ല ഒരുക്കി വെച്ചത്? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി. ഈ ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാത്ത, ഞാനെന്ന ഭാവത്തിൽ നടക്കാത്ത, അഹങ്കാരം തൊട്ട് തീണ്ടാത്ത മനുഷ്യനും അതുപോലെ തന്നെ വല ഫസാദ, ഒരു കുഴപ്പത്തിനും പോകാത്ത സാത്വികരായി ജീവിച്ച ആളുകൾക്കുള്ളതാണ് ആ വീട്. അവിടേക്കുള്ള മടക്കയാത്രയിലാണ് ഞാൻ എന്ന ബോധം ഹൃദയത്തെ പഠിപ്പിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രകാശം, ഹൃദയത്തിന്റെ വെളിച്ചം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക. ഒരു ദിവസം തീർച്ചയായും വരാനുണ്ട്. അന്നേ ദിവസം നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിലെ ആ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ റിസപ്ഷൻ റൂമിലോ വരാന്തയിലോ ഒക്കെ ഒരു പലകയിൽ കിടത്തി തുണി കൊണ്ട് മൂടി ആളുകൾ വന്ന് കണ്ട് തിരിച്ചു പോകുന്ന ഒരു ദിവസം. ആ ദിവസം അന്നത്തെ പ്രത്യേകത, ഇന്നൊരു വിവാഹം ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷണിച്ചവർ മാത്രമാണ് വരിക. അന്ന് വരിക ക്ഷണിക്കപ്പെട്ടവർ മാത്രമല്ല, അറിയുന്നവർ ഒക്കെ വരും. അകലങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരും. അന്നത്തെ യാത്രയിൽ സാധാരണ ഏത് യാത്ര പോകുമ്പോൾ, ഇന്ന് മഞ്ചേരിക്ക് പോരുമ്പോൾ പോലും ചിലപ്പോൾ നമ്മൾ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടാവും, നീ വരുന്നോ? മക്കളെ കൂടെ കൂട്ടിയിട്ടുണ്ടാകും. പക്ഷെ അന്നത്തെ യാത്രയിൽ ഒറ്റക്കാണ് പോകേണ്ടത്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ വതറക്തും മാ ഖവൽനാകും വറാഅ ദുഹൂരിക്കും. നിങ്ങളെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കൊണ്ടുവന്ന പോലെ നാം ഒറ്റക്ക് തന്നെ നിങ്ങളെ എന്നിലേക്ക് തിരികെ കൊണ്ടുവരും. നിങ്ങൾ സമ്പാദിച്ചതെല്ലാം നിങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വിട്ടേച്ചു പോരുമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ യാത്ര വരെയുള്ള എല്ലാ യാത്രയിലും നമ്മുടെ വസ്ത്രം നമ്മളാണ് അണിഞ്ഞത്. അന്നത്തെ യാത്രയിൽ നമ്മുടെ വസ്ത്രം മറ്റുള്ളവരാണ് നമ്മളെ അണിയിക്കുന്നത്. ആ ദിവസം വീട്ടിൽ വരുന്ന ആളുകളൊക്കെ വീടിന്റെ ഓരോ കോണിലും പറമ്പിലും മാവിൻ ചുവട്ടിലും പേരാലിൻ ചുവട്ടിലും പേരക്ക ചുവട്ടിലും ഒക്കെ നിന്ന് 2, 3, 4 ആളുകൾ ഒരുമിച്ച് കൂടി നടത്തുന്ന ഒരു സംസാരമുണ്ട്. ആ സംസാരമാണ് നമ്മൾ. ആ സംസാരമാണ് നമ്മൾ.
അത് നന്മയുടെ വാക്കുകളാകുമോ? നമ്മൾ സ്വയം ചിന്തിക്കുക. ആരുടെയെങ്കിലും മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായും നമ്മുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ അത് ആളുകളുടെ മനസ്സിലേക്ക് തികട്ടി വരും. അവിടെ നല്ല ഓർമ്മ മാത്രം ഈ ലോകത്ത് സംഭാവന ചെയ്ത് നഫ്സും മുതുമയിന്നയായി സംതൃപ്തി അടയുന്ന ഒരാത്മാവുമായി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ, ഈ ലോകത്തിന്റെ വെളിച്ചം കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിനെ കാണുക. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, സൽക്കർമ്മം പ്രവർത്തിച്ച ആളുകൾക്കുണ്ട് അൽ ഹുസ്ന, സ്വർഗമുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ ആയത്ത് വിശദീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയാദ, സ്വർഗം മാത്രമല്ല വസിയാദ, അതിൽ കൂടുതലുണ്ട് എന്നത് പഠിപ്പിച്ചപ്പോൾ സഹാബത്തിനോട് റസൂലുള്ള ചോദിച്ചു, എന്താണ് ഈ സിയാദത്ത് എന്ന് നിങ്ങൾക്കറിയാമോ? ലിഖാഉ വജ്ഹില്ല, അല്ലാഹുവിന്റെ മുഖം കാണലാണ്. സ്വർഗീയമായ ആനന്ദങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി പടച്ചവനെ സ്വന്തം കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഏതൊരു റബ്ബിന്റെ വജ്ഹ് കാണാൻ വേണ്ടി കിടക്കപ്പായിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് നമസ്കരിച്ചോ, ആ റബ്ബിനെ, ഏതൊരു റബ്ബിനെ കാണാൻ വേണ്ടി വരുമാനത്തിന്റെ വിഹിതം കീശയിൽ നിന്നെടുത്ത് നമ്മൾ സദക്ക ചെയ്തോ, ആ റബ്ബിന്റെ വജ്ഹ് കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു സ്വർഗീയ അനുഭൂതി അല്ലാഹു ആ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിലപിടിച്ച ഈ ജീവിതം, ഈ വെളിച്ചം, ഹൃദയത്തിന്റെ വെളിച്ചം, അകക്കണ്ണിന്റെ വെളിച്ചം, ഇസ്ലാമാകുന്ന വെളിച്ചം, അത് പരമാവധി നുകരാൻ, ആസ്വദിക്കാൻ, ആ വെളിച്ചത്തിലേക്ക് ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങളെ എല്ലാം കൊണ്ടുവരാൻ, ആ വെളിച്ചം നമുക്ക് നൽകിയ റബ്ബിനോട് ശുക്റുള്ളവരായി ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. റഹ്മാനായ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തന്ന് ഞങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളഞ്ഞ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. പലസ്തീനിന്റെ മണ്ണിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിന്റെ കാരുണ്യവും നിന്റെ വിജയവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.